ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷൂർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണേ ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇടൂ, പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ. അള്ളാന് മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിൽക്കണത്. പെണ്ണക്കട്ടിലുള്ളത് തന്നെ. ഈശ്വര, ഇനി ഒറ്റങ്ങൾ നമ്മളെ വേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇരിടൂ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ. അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ? വന്നേ, പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടൂ. പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാ കുടുങ്ങിയത് തന്നെ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ. വന്നേ. വെളി ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്. കുട്ടിയായിരുന്നോ? കുട്ടിയുടെ പാസ് ഞാൻ പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കായിരുന്നു. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? എന്റെ കാല് പോയി. അയ്യോ, എന്റെ ജീവിതം തൊലഞ്ഞു. കരയല്ലേ കരയല്ലേ കരയല്ലേ. കുട്ടിക്കൊന്നും സംഭവിക്കില്ല. എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖം ആകുന്നവരെ ഞാൻ ചികിത്സിക്കും. കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അയ്യോ, അങ്ങനെ എനിക്കാരുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കുട്ടിക്ക് ഞാനില്ലേ? നിങ്ങളൊരു പേരും കള്ളനാ. ഞാനോ? പാസ് എഴുതി നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ? അതിനുശേഷം ബസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ? എപ്പോ? അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പേരും കള്ളനാന്ന്. ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ? ഇല്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടില്ല. എന്റെ കാല് പോയി. എന്റെ ജീവിതം തൊലഞ്ഞു. കുട്ടി എന്നെ വിശ്വസിക്കൂ. കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാളൊരു ബസ് ഓണർ ആണല്ലോ, ഇയാളൊരു ബൂർഷയാണല്ലോ, പാവങ്ങളോട് കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും. പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം. മരുഭൂമിയില് പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റ് കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ. കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി ബസ്സിൽ നിന്ന് വീണതാണെന്നൊന്ന് പറയണം. പറഞ്ഞു നോക്കൂ പ്ലീസ്, പറഞ്ഞു നോക്കൂ. ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും. അവർ എന്നെ തല്ലി ചതയ്ക്കും. നിങ്ങളെ തല്ലി ചതച്ചാലേ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത് കുട്ടി, അങ്ങനെ പറയരുത്. ഇന്ന് മുതല് കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. പ്ലീസ് പ്ലീസ്, ഞാൻ കുട്ടിയുടെ കാര്യം പിടിക്കാം. അയ്യോ ഇല്ല കുട്ടി, പോലീസുകാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുട്ടിയുടെ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം. സാരി കുടുങ്ങി വീണാണെന്നേ പറയാവുള്ളേ. പ്ലീസ്, സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ. ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അല്ലെ, സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മുതലാളി സമ്മതിച്ചിരിക്കുന്നു. പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്ന് നോക്കിയാ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. മുതലാളി ഒരാളുടെ മെടുക്കൊണ്ടാ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത്.
ഞങ്ങളുടെ മുതലാളി പൊന്നു പോലത്തെ മനുഷ്യനാ. ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം എന്നറിയോ? ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്ക്. ടിക്കറ്റ് കൊടുക്ക വത്സ. എന്ത് എങ്ങോട്ടാ? 2 തൃപ്പാളൂര്. 2 എഴുപത്. ഒന്നിനു പുറകെ മറ്റൊന്നായി ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസേ. ടയർ വാങ്ങിയത് കടമായിട്ടാ. പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു. അപ്പൊ NRI അക്കൗണ്ടില് എന്താ ഹംസ നിന്റെയൊക്കെ വിചാരം? NRI അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ. ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചുകൊണ്ടിരിക്കുകയില്ലായിരുന്നോ? ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാ, ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ. ആ പറയാൻ വിട്ടു, കമ്മിറ്റിക്കാർ വന്ന് സംഭാവന ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മുതലാളിയോട് ചോദിക്കാൻ. ഈ അവസ്ഥയിൽ എങ്ങനെ സംഭാവന കൊടുക്കും? പറഞ്ഞിട്ട് പോലല്ല, ഗംഭീര ഉത്സവാ. മുതലാളി, നമുക്ക് ഇത്തവണ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. അപ്പൊ പിന്നെ ടൈമൊന്നും നോക്കേണ്ടി വരില്ല, നിർത്താതെ ഓടാം. 14 ദിവസത്തെ ഉത്സവമാണല്ലോ, നല്ല തിരക്കായിരിക്കും. 14 ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങ് പോരും. വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ് തരണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്തു കുടിച്ചേട്ടാ? മുതലാളി അറിഞ്ഞ് ചെയ്യൂലേ? ഇല്ലേ മുതലാളി? മുരളി, നമുക്ക് ഈ ബസ് മൊത്തം ഒന്ന് മോടി പിടിപ്പിക്കണം. ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും. ഈശ്വര, കുട്ടി എന്താ ഇവിടെ? നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വഴിയില്ലാതെ ഞാൻ വിഷമിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടിപ്പം എന്താ ഇത്? കരയാതിരിക്കൂ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതാരാ മുരളി? ഇത് നമ്മുടെ ഇയാൾ എന്നെ ചതിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. ചെറിയേട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ ഇത്തരക്കാരനാണെന്ന്. എത്രക്കാരനാണെന്ന്? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? ആശുപത്രി വെച്ച് വെച്ച് എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെന്ന് പറഞ്ഞാല് എപ്പോഴാ? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചത്തിട്ടോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, ചെറിയേട്ടത്തി, എന്റെ കുഞ്ഞെ, നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ? ഇത് എന്തറിഞ്ഞിട്ടാ ഈ നീ സംസാരിക്കുന്നത്? കാണുന്നോക്കെ. അല്ല, ഈ കുട്ടി എന്റെ ബസ്സിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതിനെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ചതിയെന്നല്ലാതെ പിന്നെ എന്തോന്നാ ഇതിന്റെ പേര്? അത്രേ ഉള്ളോ? അത്രേ ഉള്ളന്നേ. എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു പോയി. ശ്ശോ. തൽക്കാലം ഇത് പിടിക്കേ. 50 രൂപയോ? പിന്നെ എത്ര വേണം? ഒരു ദിവസത്തെ മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക്. അതെ, തൽക്കാലം ഇതങ്ങോട്ട് വാങ്ങിക്കേ. ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കളക്ഷൻ വന്നാലുണ്ട് എത്ര രൂപ വേണേലും ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. അതോ അന്ന് പറഞ്ഞ പോലെ? തരാൻ കുട്ടി, ഞാൻ അങ്ങ് ഓടി പോകുന്നില്ല. ഇതാ ചേച്ചി ഒന്ന് ഓർമ്മിപ്പിക്കണേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എനിക്കത് ഓർമ്മ ശക്തിയില്ലേ? ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എന്താ ഇന്ന് ബസ്സിന് ഓട്ടോ ഇല്ലേ? കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മുരളി. എന്തു പറ്റി? ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ വത്സന് അവന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങി. ആ, കാലത്ത് എത്തിക്കോളാൻ ചാത്തുറ്റെന്ന് അവൻ പറഞ്ഞു. ആ. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. ആ. ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി. അവനവിടെ ചെന്നിട്ടില്ല അത്രേ. ഏ? എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ? ഇല്ല, കണക്ക് കൂട്ടാൻ നേരമില്ല. ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചു തരാന്ന് അവൻ പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അത് വിഡ്ഢിത്തരായിപ്പോയല്ലോ മുരളി, മഹാവിഡ്ഢിത്തരായിപ്പോയി. അപ്പോ അത് തന്നെ, ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണവും കൊണ്ട് അവൻ മുങ്ങി. ദൈവമേ, വത്സാ, വത്സാ, വാൽസ്, ഇവിടെ ആരും ഇല്ലേ? ഇറങ്ങടാ, ഇവിടെ ആരും ഇല്ലേന്ന്. ഹംസേ, ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെ. ആ, വത്സന്റെ വീടല്ലേ ഇത്? അതെ, മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാവും. വിളിക്കവനെ. അവനിവിടെ ഇല്ലല്ലോ. നോണ പറയരുത്.
അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ അവന്റെ അച്ഛനല്ലേ? അതെ, എന്താ സാറേ വല്ല കുഴപ്പവും? കുഴപ്പം കാണിച്ചത് അവനല്ല, ഞാനാ. ആരാന്നോ എന്താന്നോ അറിയാതെ നിങ്ങളുടെ മകന് ഞാൻ ജോലി കൊടുത്തു. ഒരു തൊഴിലാളിയുടെ വിഷമങ്ങൾ അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല. കയ്യിൽ കൊടുത്താൽ കള്ളനും കക്കയില്ലെന്നൊരു ചൊല്ലുണ്ട്. ഇവൻ കള്ളനല്ല, പെരും കള്ളനാ. അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു. ഞാൻ അവന് ജോലി കൊടുത്ത തെറ്റായിപ്പോയി. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താൽ ഞാൻ ഒരു ബസ് വാങ്ങിച്ചത് അറിയോ? ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിയാൽ എന്റെ എല്ലാ കടങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മകൻ മുങ്ങിക്കളഞ്ഞു. ഞാൻ അവനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ ഒരാളിരിപ്പുണ്ടെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞേര്. അദ്ദേഹം പൊറുക്കത്തില്ല. അതെ, എന്താ പ്രശ്നം? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അപ്പോഴേ നമുക്ക് പോലീസിലൊരു പെറ്റീഷൻ കൊടുത്താലോ? അത് ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല. പക്ഷെ അവന്റെ അച്ഛനെ അമ്മയും കണ്ടില്ലേ, പാവങ്ങള്. എന്തായാലും സ്വന്തം മോനല്ലേ. ഇനി അവനെ പോലീസുകാര് പിടിച്ച് ലോക്കപ്പിലിട്ട് കേസായി വയസ്സുകാലത്ത് അവരെ അങ്ങനെ നോക്കിയപ്പോ വല്ലതും നടക്കുമോ? ഇപ്പൊ തന്നെ ടയറിന്റെ കാശ് കൊടുക്കാനുണ്ട്, വർക്ക്ഷോപ്പിലും കുറെ കടണ്ട്. എന്നാ പിന്നെ ഏട്ടന്മാരോട് വല്ലതും. കടം ചോദിക്കാനോ? അത് വയ്യ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതല്ലേ ഈ ബിസിനസ്. ഞാനൊരു ഫൈനാൻസറോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബസ് പണയത്തില് കുറച്ച് രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതൊക്കെ വലിയ പലിശ ആവില്ലേ? ഒന്നും സാരമില്ല, തൽക്കാലം കാര്യങ്ങൾ നടക്കട്ടെ. വാ. ഇത് RC ബുക്ക്. പലിശയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കണം. ഷുവർ. താങ്ക് യു സാർ. ശരി. എന്തായി? ഓക്കെ, നേരെ ടയറുകാരൻ്റെ അടുത്തേക്ക് പോവാം. അല്ല മുരളി, ബസ് ഇങ്ങനെ ഓട്ടാതിട്ട് എന്താ കാര്യം? വേറെ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഏർപ്പാടാക്കണ്ടേ? വേണ്ട, ഇനി ഓണറായിട്ടിരുന്നാൽ ശരിയാവില്ല. പഴയ ലൈസൻസ് ഞാൻ പുതുക്കി. കണ്ടക്ടറുടെ പണി എനിക്കും അറിയാം. ചാത്തുട്ടിയേട്ടാ, സ്പീഡ് അധികം വേണ്ട. പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത്. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സഹകരിക്കുക. കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ്. സഹകരിക്കുക പ്ലീസ്. സാറ് എവിടേക്കാണ്? PC അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. ഓ, സാറോ? PC. അതെ, ഞങ്ങൾ ഇരിക്കുന്ന 6 പേര് PC ആണ്. SIയുടെ മകന്റെ കല്യാണത്തിന് വേണം. ആർക്കും ടിക്കറ്റ് വേണ്ട. ആർക്കും ടിക്കറ്റ് വേണ്ട. ഓക്കെ. ആരെങ്കിലും ഉണ്ടോ ഇനിയും PC? അല്ല, സോറി, PC അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ PC അല്ല. സാർ എവിടേക്കാണ്? ഞാൻ ചാത്തൂട്ടിയുടെ ബന്ധുവാ. എനിക്ക് ടിക്കറ്റ് വേണ്ട. എന്റെ അമ്മേ, പിശാച് കൈ കാണിക്കണു. എന്താ ചാത്തുക്കുട്ടിയുടെ ഇത്? ചവിട്ടിയിട്ട് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ചവിട്ടിയിട്ട് കിട്ടിയില്ല സാർ. Shut up, you killer. Do you want to finish off me, you bloody murderer? അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല. ഇന്ന് താൻ എന്നെ കൊല്ലാൻ വന്നു. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാണ് സാർ. റോഡിന്റെ നടുവിൽ നിന്നിട്ടാണോ ബസ്സിന് കൈ കാണിക്കുക? Don't try to teach me, beggar. അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ റോട്ടിൽ കയറി നിന്നത്. സാറേ, എനിക്ക് ഭാര്യയും 3-4 കുട്ടികളുണ്ട്. സാറ് ചത്തിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ? അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ. അയ്യോ, ഞാനാ എന്നെ ചതിക്കാൻ നോക്കണ്ട. അല്ല സാർ, അന്ന് ഉത്സവം ഈ ഓവർലോഡ്. മനസ്സിലായി. റൂൾ 1131 പ്രകാരമുള്ള കുറ്റമാണത്. And the other day, I found the vehicle replenishing fuel tank with passengers inside. Rule 56(2) പ്രകാരമുള്ള കുറ്റമാണത്. സാർ അന്ന് പറഞ്ഞത് മുഴുവൻ വേദവാക്യമായി എടുത്ത് പ്രവർത്തിച്ചവനാണ് ഞാൻ സാർ. സാർ, ഞാൻ ടയർ റീസോൾ ചെയ്തു സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ 1000 രൂപയുടെ മരുന്ന് വാങ്ങിച്ചു വെച്ചു സാർ. കൈക്കൂലി കൊടുക്കൽ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിച്ചു സാർ. ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ തന്നെ കണ്ടക്ടറുമായി. ഓഹോ, താൻ കണ്ടക്ടറുമായി അല്ലേ? ആയി സാർ. അപ്പൊ സെക്ഷൻ 96 പ്രകാരം തന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പുമായി. സാർ, യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ക്യാൻസൽ ചെയ്യും. സാർ, മിസ്റ്റർ, അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വണ്ടി 100% ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാള എടുപ്പിക്കാൻ കഴിയും. സാർ, എന്തൊരു കഷ്ടമാണ് സാർ. ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ്. വൈപ്പർ വർക്ക് ചെയ്യില്ലേ സാർ? ഇവിടെ എന്തിനാണ് വൈപ്പർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? കുംഭവാസം എന്തിനാണ് വൈപ്പർ വർക്ക് ചെയ്യുന്നത്? മഴ സമയത്തല്ലേ വൈപ്പർ? ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യമുണ്ടോ സാർ? എനിക്ക് ആവശ്യമുണ്ട്.
ആവശ്യമുണ്ടോ? ആ. എന്തിനാ സാർ, പുഴുങ്ങി തിന്നാനാണോ? ഇവിടെ ആ വൈപ്പർ പറിച്ചോണ്ട് കൊടുക്കണോ, ഇയാൾ പുഴുങ്ങി തിന്നട്ടെ. ഇപ്പൊ പേഴ്സണൽ ഇൻസൾട്ട് ആയി. ആയി. എല്ലാം കൂടെ ചേർത്ത് ഒരു 10,000 രൂപ സാർ അങ്ങ് ചാർജ് ചെയ്യണം. ഞാൻ മുടിഞ്ഞ് കുത്തുവാളയെടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് ഇറങ്ങുന്നതാണ് സാർ. സമാധാനാവും. ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യും. ചാർജ് ചെയ്യണം. Thank you. ചാർജ് ചെയ്യണം. ഹംസേ, ഇത് അന്ന് കണ്ട കള്ളൂടിയനല്ലേ? അതുകൊണ്ടെന്താ? അല്ല, വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പാന്റിനും ഷർട്ടിനും കാര്യമല്ലേ, വാന്ന്. ടൈലറെ, പെട്ടെന്ന് വേണം, അരമണിക്കൂറിനാൻ വേണം. എന്ത്? ഒരു കാക്കി പാന്റും ഷർട്ടും. എപ്പോ കൊടുത്തതാ? ഇല്ല, കൊടുത്തില്ല. ഇപ്പൊ കാശ് വരും. നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം. എന്താണെന്നറിയാം, തീരെ സമയമില്ല, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടല്ലേ. തുണി എടുക്കണം, അളവെടുക്കണം, തയ്ക്കണം, അരമണിക്കൂർ കൊണ്ട് തരിയും വേണം. ഓ, അതെന്നെ കൊണ്ട് പറ്റൂല. വേറെ ആരെങ്കിലും നോക്കാം. ശരിയാണ്, സമയം പിടിക്കും. അല്ല, ബ്രേക്ക് ഇൻസ്പെക്ടർ അയാൾ നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി ഇന്ന് അയാൾ പിടിക്കോ? ഇല്ലേ? ഒരു ദിവസം ഒരു നേരം. കുഴപ്പമില്ലല്ലോ. ഏയ്. എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോ തരാം. രാത്രിയില് ആ, നോക്കട്ടെ. നോക്കണ്ട, തന്നാ മതി. എന്നാലേ അളവെടുക്കാം. ഓ, ചാക്ക് പതുക്കിട്ടാ, വണ്ടിക്കകത്ത് ആളുള്ളതാ. പഴയ പലകയാ. തലയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേ. ചെട്ടിക്കാവിൽ എപ്പോഴാ എപ്പോഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. എത്തിയാ എത്തി. അങ്ങോട്ട് ചെല്ലേ. മുതലാളി, എന്താ ഇവിടെ? ഞാൻ വിചാരിച്ചു അവിടെ. മനസ്സിലായില്ലേ, നമ്മുടെ ബസ് കെട്ടി അന്ന് ആശുപത്രിയില്. എന്തായി, കാല് പോയോ? അയ്യോ, കാലൊന്നും പോയിട്ടില്ല. ഫലത്തിൽ മുഴുവനായിട്ടും പോയി. പ്രസിൽ എനിക്ക് ഇനി ഒരിക്കലും ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം. അറിഞ്ഞില്ലേ എന്റെ 50,000 രൂപ കണ്ടക്ടർ കട്ടോണ്ട് പോയ കാര്യം? 50,000 ഉറുപ്പിക? അതെ ഹംസേ, 50,000 രൂപ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ. സത്യം പറഞ്ഞാൽ അതിൽ 25,000 രൂപ കുട്ടിക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാൻ കുട്ടി? കുട്ടിക്ക് അതിനുള്ള യോഗം ഇല്ലല്ലോ. നുണ പറഞ്ഞ് ഒഴിവാക്കണ്ട. എന്റെ അപ്പച്ചിയുടെ മകളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ചുരുങ്ങിയത് ഒരു 2 പവനെങ്കിലും കൊടുക്കണം. പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ? നടക്കാനൊക്കാത്ത ഞാൻ എന്ത് ചെയ്യും? ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയോ മറ്റോ തുടങ്ങാനാ. അതാവുമ്പോ നടക്കണ്ടല്ലോ, ക്യാഷിലിരുന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തുണിക്കട മാത്രമാക്കണ്ട. അതിന്റെ അടുത്തൊരു സിനിമാളും തൊട്ടടുത്തൊരു പെട്രോൾ പമ്പും ഇവിടെ എവിടെയെങ്കിലും ഒരു 100-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്ന വീട്ടിൽ തന്നെ ഇരുന്നാ മതിയല്ലോ. കടയിലും പോകണ്ട. നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. അതെയോ? എന്റെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ. അതെ അതെ, കുട്ടി ഒരു ദുർബല നിമിഷത്തിൽ. എന്നുവെച്ചാ ദാ വരുന്നു. ദേ, ബസ് പുറപ്പെടാറായി. പ്ലീസ് നാളെ വരൂ. എപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ശരി, തൽക്കാലം ഇതൊക്കെ ചൊല്ലു. നാളെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ. നിർത്തണ്ട, വിട്ടോ വിട്ടോ. കട അടയ്ക്കല്ലേ, കട അടയ്ക്കല്ലേ. മോനെ, ബസ് വന്നത് കണ്ടില്ലേ? ഞാൻ എന്റെ പാന്റ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു, അതിങ്ങെടുത്താ. അല്ല സാർ, അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അല്ലെ ഞാൻ ഷാപ്പിൽ കൊണ്ടു കൊടുക്കും. സാറ് വന്നാട്ടെ. എവിടെ? ഷാപ്പിലേക്കോ? അല്ല, വീട്ടിലേക്ക്. ഇതാ വീട്. അതാരാടാ? ദാമേട്ടന്റെ മോള്. ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നില്ലേ? എന്ത് കുഴപ്പം? കാലെന്തോ ഒടിഞ്ഞിട്ട് ഏതോ ബസ് ഇടിച്ച് കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നടക്കാനൊക്കെ പറ്റുമോ? ആ, നടക്കാം. എന്തേ? ഒന്നുമില്ല. അതെ, രാത്രിയില് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലൊരു യുവാവ് കടന്നു ചെല്ലുന്ന ശരിയാണോ? അത് ശരിയല്ല. അപ്പൊ നിനക്ക് അറിയാല്ലേ? നീ പോയിട്ട് ആ തുണി ഇങ്ങ് വാങ്ങിച്ചോണ്ടോ. ചെല്ല ചെല്ല. പിന്നെ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട. ശരി. ചേടാ, ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയേട്ടത്തി. രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും. ടയറ് പഞ്ചറായി. ഇവിടെ അടുത്ത് വെച്ചായതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി. കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി. കൂട്ടാനൊന്നും വേണ്ട, മോരും ചോറും ഉണ്ടല്ലോ. പെട്ടെന്ന് വേണം വലിയേട്ടത്തി. അയ്യോ, എന്താ കുട്ടി ഇത്?
കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നോ? അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു? ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. ഒരു കണക്കിന് വന്നത് ഏതായാലും നന്നായി. എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ. ഒരു അകത്തോട്ടിരിക്കാം. എനിക്ക് വേഗം പോണം. വരൂന്നേ. കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്നുവെച്ചാ? എന്ന് വെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് 2 പവൻ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. വരൂ അകത്തോട്ടിരിക്കാം. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. തട്ടി വീഴല്ലേ. ഇരിക്കണം. ഇരിക്കൂ. എനിക്ക് വേഗം പോണ്ടതാ. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് ചെലവായി? എന്തേ? അല്ല, ഇതില്ലായിരുന്നെങ്കില് കുട്ടിയാകെ കഷ്ടപ്പെട്ടു പോയേനെ. നടക്കാൻ പറ്റാണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. നോക്കട്ടെ. നോക്കട്ടെ എന്ന്. ഓഹോ, ഇത് വെറും കമ്പാണല്ലേ. വലിയ ചെലവൊന്നും ആയിട്ടില്ല. നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ്. അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരു 1-ാം തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാമത്രേ. രാജസ്ഥാൻ കാലോ? അതെ, രാജസ്ഥാൻ കാല്. രാജസ്ഥാനിലെ ജയ്പൂർ കാല്. നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല, ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ കാല് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരെടുത്തുനിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. ഇനി അങ്ങനെ രൂപ തന്നോണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഈ കാല് കീറി മുറിച്ച് വെട്ടി മാറ്റി പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട. അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത്? ഏതായാലും ഡോക്ടറെ അടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ടില്ല. അയ്യോ എന്താ? അയ്യോ, ഞാൻ ക്രച്ചസ്